ഹായ് ഹലോ. ഞാൻ ഇന്നൊരു വാഴയിലയിലൊരു പുതിയൊരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് സമയം കളയരുത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനകത്ത് ഏത്തപ്പഴമൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ഇനി സസ്പെൻസ് ഒന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കാം. വേണ്ടി ഒരു പാൻ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടപ്പേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലപ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചായ അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ 2 ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തായിരുന്നു കേട്ടോ, അതൊന്ന് പുഴുങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നല്ല കട്ടിക്കൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അത് കഴിഞ്ഞ് പാൻ അടുപ്പേ വെച്ചു. ഇതിലേക്ക് ഞാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് നന്നായിട്ട് മെൽറ്റായപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നെയ്ക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് മതി, വേഗം ആവും കേട്ടോ. ആ പഴത്തിനകത്ത് നെയ്യൊക്കെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങും. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് അതിൻ്റെ കൂട്ടത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. കൂട്ടത്തിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചപ്പാത്തി മാവ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്ക് ഇത് കുഴയ്ക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്, വേണം ഇച്ചിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നോക്കിക്കൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും അരിപ്പൊടി വേണോ വേണ്ടായോ എന്നുള്ളത്. അല്ല, അപ്പോൾ ഇത് നല്ലൊരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ വേണം മിക്സ് ആക്കി എടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം. അപ്പോൾ ഇതിൽ വേറൊരു പാത്രത്തിലായി കഴിയുമ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് തണുക്കണം. ഉണ്ടല്ലേ, അപ്പോൾ ഇത് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്, ഒരു ഇളം ചൂടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു വാഴയില എടുത്തു. കയ്യിലൊരു ഡ്രോപ്പ് നെയ്യൊന്ന് ഞാൻ തടവി കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒട്ടത്തില്ല, കാരണം നമ്മൾ ഇതിനകത്ത് നെയ്യൊക്കെ ചേർത്തതുകൊണ്ട്. എന്നാൽ കൂടി ഞാനൊരു സേഫർ സൈഡിൽ നിന്ന് ഇച്ചിരി ഒന്ന് കയ്യിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കയ്യിൽ ഒട്ടുന്നു തോന്നുമെങ്കിൽ ഒരു തുള്ളി നെയ്യ് കയ്യിലൊന്ന് പരട്ടിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ വാഴയിലയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ നൈസായിട്ടൊന്ന് പരത്തിയതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് അങ്ങ് റോള് പോലെ അങ്ങ് ചുരുട്ടുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ. അത് പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ, കാരണം വെച്ചാൽ നമ്മളത് വേവിച്ചെടുത്തതായതുകൊണ്ടുണ്ടല്ലോ ഒന്നും ആവത്തില്ല. ഈ ഒരു പരുവത്തിൽ റോളാക്കി എടുത്തിട്ട് ഇനി ഈ വാഴയില കൊണ്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ചുരുട്ടി ഇതങ്ങ് ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. കണ്ടില്ലേ, അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ആക്കിയെടുത്ത് ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിനകത്താണ് ഇതിങ്ങനെ ആക്കിയെടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലോട്ട് അങ്ങ് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാം. ഒരു 15-20 മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി, നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. ഉണ്ടല്ലേ, നന്നായിട്ട് ആവി വരുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഈ ഇല ഒന്ന് മാറ്റിയെടുക്കട്ടെ. കണ്ടില്ലേ, അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കണം. വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വയറ് നിറയെ കഴിച്ചോളും. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു സ്നാക്ക്? അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, നിങ്ങൾ കഴിക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയല്ലേ, ചെറിയൊരു പീസ് എടുത്തിട്ട് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിശപ്പില്ല, അതുകൊണ്ടാണ്. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് പറയണമല്ലോ. ആ പഴവും ശർക്കരയും അതിൻ്റെ എല്ലാം കൂടെ ആ ഒരു ടേസ്റ്റും അരിപ്പൊടി എല്ലാം കൂടെ ആ ഏലക്കയും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ തമാശയായിട്ടല്ല പറയുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പേര്, അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.